ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ മുന്നിലാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഹിയാദ് ഉണ്ട്. നമ്മളിവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹിയാദ് ഇപ്പോൾ ഫോട്ടോ എടുക്കും. ഹിയാദ് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പറയൂ, സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് പറയൂ. അതെ, ബ്രാക്കറ്റ് മോഡിൽ സെൽഫ് ടൈമർ വെച്ച് ഫോട്ടോ എടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 3-4 ഫോട്ടോ കിട്ടും. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ഫോട്ടോൻ്റെ ഇപ്പോൾ ഇൻഡോറിലൊരു ലൈറ്റും ഔട്ട്ഡോറിലൊരു ലൈറ്റും ആയിരിക്കും. അതെ, ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇന്നെ മാത്രം ഫോക്കസ് ചെയ്ത പ്രശ്നമുണ്ടോ? അതന്നെ പറഞ്ഞോ, അതന്നെയാണോ? ഇത്ര നേരം പറഞ്ഞില്ല. റെക്കോർഡ് കൊടുത്തില്ല. റെക്കോർഡൊക്കെ കൊടുത്തേക്ക്, പക്ഷെ എൻ്റെ മുഖത്തേന് ഫോക്കസ് അല്ല. പ്രശ്നമൊന്നുമില്ല. അതായത് ബ്രാക്കറ്റ് ഇട്ടെടുക്കണമെന്ന് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നല്ല സൺലൈറ്റിൽ ഷെയ്ഡുള്ളൊരു ബിൽഡിംഗ് ആണ്. അത് ഒന്നെങ്കിൽ നമ്മൾ റോയിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം. മാനുവലായിട്ട് നമ്മൾ ഓൺ ദ ഫീൽഡിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഉപയോഗിച്ചെടുക്കുന്നത്. അതിൽ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. പിന്നെ ലൈറ്റ് റൂമിൽ ഇട്ട് ഫോട്ടോ മെർജ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാം വളരെ സിമ്പിളാണ്. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിറകിലൂടെ ഒരു ട്രാം അതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തർ നാഷണൽ ലൈബ്രറി ട്രാമാണത്. ഗൈസ്, നമ്മൾ ഈ ക്യാമറയും മൈക്കും എല്ലാ സാധനങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിൽ പോയിക്കൊണ്ടിരുന്ന 3 കുട്ടികൾ നമ്മളെ നോക്കി യൂട്യൂബർമാരാണെന്ന് തെറ്റിദ്ധരിക്കുകയുണ്ടായി. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ചാനലില്ല. ഈ വീഡിയോ ഇടുന്നതോടുകൂടിയാണ് ചാനൽ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ യൂട്യൂബർമാരായി. ഇതാണ് കാലം. ഈ ക്യാമറയും കൈ പിടിച്ച് നടക്കുന്നവരെല്ലാം ബ്ലോഗർമാരും യൂട്യൂബർമാരും ആയി തീരുന്ന കാലത്ത് ക്യാമറയുമായിട്ട് കഴിഞ്ഞ 5-6 വർഷത്തോളം, നിങ്ങൾക്ക് അതിലേറെ വർഷത്തോളമായിട്ട് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ഫീൽഡിൽ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്നു ഗൈസ്, പുച്ഛം തോന്നുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഭാവിയിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഇടുന്നതായിരിക്കും. എന്ത് കണ്ടൻറ്റാണ് ഇടുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പോകുന്ന വഴിയെല്ലാം ഞങ്ങൾക്ക് കണ്ടൻറ്. അതെ, നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. സപ്പോർട്ട് ഓക്കെ. ഇതാ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോ എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിമനോഹരമായ ഖത്തർ നാഷണൽ ലൈബ്രറിയാണ് നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കയ്യിലുള്ള എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സോണി A7M3 ആണ്. ലെൻസ് വരുന്നത് 16-35mm G മാസ്റ്റർ ലെൻസാണ്. ഇതാ ഹിയാദ് നമ്മളിൽ നിന്നും ദൂരേക്ക് അകന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങളെ പകർത്താൻ പോവുകയാണ് ഗൈസ്. നമ്മളും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിന് മനോഹരമായ ഒരു സീനറി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്താണെന്ന് നേരിട്ട് കാണാം. അതാ അസ്തമയ സൂര്യനും അഭിമുഖമായി നിൽക്കുന്ന ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ മനോഹരമായ ആർക്കിടെക്ചർ പകർത്തുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ, കരവിരുതുകളിലൂടെ, അനുഭവ സമ്പത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മനോഹരമായ ചിത്രത്തിൻ്റെ ഒരു നേർസാക്ഷ്യം. ഇങ്ങനെ 3-4-5 ഫോട്ടോ കിട്ടും. നമ്മളത് ഒരുമിച്ച് മെർജ് ചെയ്ത് വെച്ചിട്ടാണ് അത്രയും ക്വാളിറ്റിയുള്ള ഡെപ്തുള്ള ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. മനോഹരമായ ആർക്കിടെക്ചറുകളോടൊപ്പം തന്നെ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഗാർഡനും ഈ ഏരിയയുടെ ഒരു സവിശേഷതയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ട്രാം സ്റ്റേഷന് മുന്നിലാണ്. ട്രാം സ്റ്റേഷനിൽ എന്തെല്ലാം കാഴ്ചകളാണുള്ളതെന്ന് നോക്കാം.
ട്രാം സ്റ്റേഷൻ അരികിലായിട്ട് ഇവിടെ ഇതാ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഏരിയ കാണുന്നുണ്ട്. അതിൽ തന്നെ പെഡലുള്ളതും പെഡലില്ലാത്ത മോഡൽസും കാണുന്നുണ്ട്. 2 ട്രാക്കുകളാണ് ഇവിടെയുള്ളത്. 2 ട്രാക്കിലും AC വെയിറ്റിംഗ് റൂമുകളുണ്ട്. ഈ ട്രാം സ്റ്റേഷൻ്റെയും മനോഹരമായ ചിത്രങ്ങൾ പകർത്തുകയാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഹിയാദ്. അതിഗംഭീരമായ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം ട്രാമിനെ പകർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ ലൊക്കേഷനിൽ നിന്ന് കഴിയാവുന്നത്ര മികച്ച പിക്ചേഴ്സ് എടുത്തു എന്നാണ് കരുതുന്നത്. നമ്മുടെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഹിയാദിൻ്റെ ചിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ എല്ലാവരും കമൻ്റ് ഇടും. പ്രശസ്ത ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കൊക്കെ ഊന്നി പറയണം. നമ്മളെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ എന്തിനാണ് മടിച്ച് നിൽക്കുന്നത്? കമോൺ. നമ്മളുടെ ഇൻസെക്യൂരിറ്റികളെല്ലാം നിൽക്കെ തന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അബദ്ധങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തം കാണിച്ചിട്ടുള്ളതെങ്കിലും ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി നമുക്കുണ്ടാവുന്ന ആ കാല് വേണ്ട, കാല് ഇങ്ങനെ എടുത്ത് വെക്കണം. ബിഗ് സ്റ്റെപ്പർ മറ്റേ പാട്ട് വന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളും ഈ മേഖലയിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. നമ്മളുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് നമ്മൾ അവരുടെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചു. ഇനി നമ്മൾ തന്നെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത്തരം കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് മനോഹരമായിട്ട് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ച എല്ലാ അനുഭവങ്ങളും അനുഭവ സമ്പത്തുകളും വെച്ചിട്ട് നമ്മൾ നിങ്ങളിലേക്ക് കുറേ കാഴ്ചകൾ, പ്രത്യേകിച്ച് ഖത്തറിലെ കാഴ്ചകൾ, നമ്മൾ നാട്ടിൽ പോയാൽ നാട്ടിലെ കാഴ്ചകൾ എല്ലാം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അത് ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, അപ്പുറം കാണുന്ന ബെല്ലൈക്കൺ ഞെക്കുക. ആട്ടിവിടുക, ഞെക്കണ്ട, ആട്ടിവിട്ടാൽ മതി. നാളെ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തൈപ്പോയി ഇങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ശുഭദിനം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.